ആൻസേഴ്സ് ടു ദ സബ്സ്റ്റാൻഷ്യൽ ക്വസ്റ്റ്യൻ ഓഫ് ലോ എന്ന് പറയുന്നതിൻ്റെ അതിന് ആൻസർ ചെയ്തിരിക്കുന്നത് 172-ാമത്തെ പേജിൽ 19-ാമത്തെ പാരഗ്രാഫ്, അല്ലെങ്കിൽ അതിന് ഉത്തരമായി കോടതി പറഞ്ഞിരിക്കുന്നതിൻ്റെ 2-ാമത്തെ സെൻറ്റൻസിൽ ശ്രദ്ധിക്കുക. ഫർദർ ഗോയിങ് ബൈ ദി അഡ്മിഷൻസ് ഓഫ് DW1 ഇൻ ദി ക്രോസ് എക്സാമിനേഷൻ, it is evident that there is an element of coercion to leave the membership of the church if a Knanaya person wants to marry a non-Knanaya spouse. അതായത് ഒരു ജ്ഞാനായ വ്യക്തി ഒരു ജ്ഞാനായേതര വ്യക്തിയുമായി വിവാഹം കഴിക്കുന്നതിന് അല്ലെങ്കിൽ കഴിക്കുന്നതിൽ അദ്ദേഹം പുറത്തേക്ക് പോകുന്നതിനായിട്ട് പുറത്തേക്ക് പോകാൻ വേണ്ടി ഒരു ഭീഷണിയുടെ ലാഞ്ചന ഉള്ളതായാണ് അദ്ദേഹത്തിൻ്റെ ക്രോസ് എക്സാമിനേഷനിൽ അദ്ദേഹം പറഞ്ഞത്. ഇറ്റ് ഈസ് എവിഡൻറ്റ് ദാറ്റ് ദർ ഈസ് എൻ എലിമെൻറ്റ് ഓഫ് കൊയർഷൻ. ഒരു ഭീഷണി, അങ്ങനെ സത്യത്തിൽ ഒരു ഭീഷണിപ്പെടുത്തി അല്ലല്ലോ കോട്ടയം രൂപത ആരെയും പുറത്തുള്ള ഒരു വ്യക്തിയുമായി വിവാഹം കഴിക്കുന്ന സാഹചര്യത്തിൽ അനുവാദം കൊടുക്കുന്നത്. പക്ഷേ ഇവിടെ DW1 എന്ന് പറയുന്ന ആള് ഉത്തരവാദിത്തപ്പെട്ട ഒരു പുരോഹിതനാണ്. അദ്ദേഹം കോടതിയിൽ രൂപതയ്ക്ക് വേണ്ടി, രൂപതയുടെ മെത്രാന് വേണ്ടിയിട്ട് മൊഴി കൊടുക്കാൻ പോയ ആളാണ്. അദ്ദേഹമാണ് പറയുന്നത് ഈ രീതിയിൽ, ഈ ലാഞ്ചന കോടതിക്ക് തോന്നിപ്പിക്കുന്ന രീതിയിൽ ഭീഷണിയുടെ ഒരു ലാഞ്ചന അതിലുണ്ട് എന്ന് പറയുന്നത്. സത്യവിരുദ്ധമായ സംഗതികൾ പറയുക വഴി, അല്ലെങ്കിൽ അത്തരം ധ്വനി കോടതി മുൻപാകെ കൊടുക്കുക വഴി ഇവർ ആരെ രക്ഷിക്കുന്നതിന് വേണ്ടിയായിരുന്നു അത് ചെയ്തത് എന്ന് ഞാൻ നിങ്ങൾക്ക് വിടുന്നു. അതുപോലെ തന്നെ പേജ് നമ്പർ 174-ൽ പാരഗ്രാഫ് നമ്പർ 24, ഇൻ വ്യൂ ഓഫ് ദി ഫൈൻഡിംഗ് ഓഫ് ദിസ് കോർട്ട് that papal bull is akin to an administrative decision and does not endorse endogamy, there is no requirement to challenge the same. Further, when the membership of a Knanaya person is traceable by birth, any subsequent qualification of the membership based on Exhibit B1 bylaw is void and need not be challenged. Papal bull ഇവർ പരാതിക്കാർ, നമ്മൾ പറയുന്ന ഈ ഹർജിക്കാർ ഇവർ ചലഞ്ച് ചെയ്തിട്ടില്ല എന്ന് പറയുന്നു. അത് നമ്മൾ പറഞ്ഞ കാര്യങ്ങളാണത്. പക്ഷേ നിങ്ങൾ ഇനി എന്ത് പറഞ്ഞാലും ഇതൊരു അഡ്മിനിസ്ട്രേറ്റീവ് എഫിഷ്യൻസിക്ക് വേണ്ടി, അല്ലെങ്കിൽ ഭരണത്തിൻ്റെ സൗകര്യാർത്ഥമാണ് ഈ കോട്ടയം വികാരിയത്തുണ്ടായതെന്നും അല്ലാതെ എൻഡോഗമിക്ക് വേണ്ടി അല്ല എന്നുമാണ് കോടതി പറയുന്നത്. അതിൻ്റെ കാരണം subsequent qualification of the membership based on Exhibit B1 bylaw is void and need not be challenged. അവരുടെ ഇതനുസരിച്ച് തന്നെ ഇത് തെറ്റാണ് എന്നാണ് പറയുന്നത്. നിയമസംഗ്രഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ അതിൻ്റെ ആവശ്യമില്ല എന്നുള്ള രൂപത്തിലാണ് കോടതി പറയുന്നത്. അതേപോലെ 175-ാമത്തെ പേജിൽ പാരഗ്രാഫ് 28, അവിടെ ശ്രദ്ധിക്കുക. വെദർ ദി മെമ്പർഷിപ്പ് ഓഫ് എ പർട്ടിക്കുലർ ഡയോസിസ് is a fundamental right under Article 25 of the Constitution of India. ആ ചോദ്യത്തിന് ഉത്തരമായി പറഞ്ഞിരിക്കുന്നത്, though a membership in a particular diocese is not a fundamental right, any attempt to deprive the membership obtained by birth on account of refusal of the member to follow the practice of endogamy amounts to deprivation of the rights under Article 25. Again, ഈ ബർത്ത് റൈറ്റ് ആണ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഈ കേസിനെ എത്രമാത്രം ദോഷകരമായി, ഈ കേസ് കണ്ടക്ട് ചെയ്യുന്നതിൽ എത്രമാത്രം ദോഷകരമായി ബാധിച്ചിരിക്കുന്നുവെന്ന് നമുക്ക് ഇതിൽ നിന്നെല്ലാം കാണാവുന്നതാണ്. ഒരാളുടെ ജന്മാവകാശമായി ലഭിച്ച മെമ്പർഷിപ്പ് നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നാണ് പറഞ്ഞത്. അതാണ് ഞാൻ നേരത്തെയും പല പ്രാവശ്യം പറഞ്ഞത്. മറ്റൊന്ന്, പേജ് നമ്പർ 177, പാരഗ്രാഫ് നമ്പർ 31. 177-ൽ 31,
can Exhibit B1 bylaw, B9 bylaw govern and regulate the persons who are already members of the second defendant church? Answer. Exhibit B9 cannot govern and regulate the persons who are already the members of the second defendant church. Even according to Exhibit B9 bylaw, the membership is regulated by birth. If that be so, no conditions can be imposed so as to control the said membership. See, നിങ്ങൾക്ക് ഒരാൾക്ക് ബർത്ത് റൈറ്റ് കൊടുത്തതിന് ശേഷം ആ റൈറ്റ് ഒരു കാരണവശാലും എടുത്തു മാറ്റാനാവുന്നതല്ല എന്നുള്ളതിൻ്റെ അത് വീണ്ടും 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 ഒന്നല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ഓരോരോ കോണ്ടെക്സ്റ്റിലും കോടതി കണ്ടെത്തിയിരിക്കുന്നു അത് കഴിയില്ല എന്നതാണ്. ബൈ ബർത്ത് ബൈ ബർത്ത് ബൈ ബർത്ത് എന്ന് പറയുന്നതോട് കൂടി തന്നെ അവർ പൂർണ്ണമായും അവരുടെ ഹർജി അത് നിവർത്തിച്ച് കിട്ടുന്നതിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്നുള്ളതിന് സംശയം വേണ്ട. അതുപോലെ തന്നെ 178:36 ആ ചോദ്യത്തിന് ഉത്തരമായി whether non-canonical spouse and children can aspire for membership in the second defendant. കോട്ടയം അതിരൂപതയിൽ മെമ്പർഷിപ്പിന് അർഹരാണോ ഇല്ലയോ എന്നുള്ളതാണ്. നോൺ ക്നാനായ സ്പൗസ് ആൻഡ് ചിൽഡ്രൻ, അതായത് ക്നാനായേതര പങ്കാളിയും കുട്ടികളും കോട്ടയം അതിരൂപതയിൽ അംഗത്വത്തിന് അർഹരാണോ ഇല്ലയോ എന്നുള്ളതാണ് ചോദ്യം. അതിന് പറഞ്ഞിരിക്കുന്നത് ആൻസർ. ഇൻ വ്യൂ ഓഫ് ദി ഡിസിഷൻ ഓഫ് ദി സെക്കൻഡ് അഡീഷണൽ ഡിസ്ട്രിക്ട് കോർട്ട് ഇൻ എക്സിബിറ്റ് A12 ജഡ്ജ്മെന്റ് അഫേംഡ് ഇൻ RS number 64 of 2017, it is inevitable to hold that the spouse who marries a Knanaya will take in her husband's rights and that children who are born to them can aspire for membership in the second defendant, especially since failure to practice endogamy cannot deprive an individual of his rights. അവിടെയും ബർത്ത് റൈറ്റിനെ കുറിച്ചാണ് പറയുന്നത്. അയാളുടെ റൈറ്റ് ഇല്ലാതെയാവുന്നില്ല. അയാൾ എൻഡോഗമി പാലിക്കാൻ പരാജയപ്പെട്ടാലും ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയാണ്. കാരണം അയാളുടെ ക്നാനായത്വം ജന്മാവകാശമാണ് എന്നതുകൊണ്ടും മറ്റൊരു കേസിൽ അത് എനിക്ക് തോന്നുന്നത് നമ്മുടെ ബിജുദുപ്പിൻ്റെ കേസിലെ ഹൈക്കോടതിയിലെ RSA നമ്പർ റെഗുലർ സെക്കൻഡ് അപ്പീൽ നമ്പർ 64 of 2017 2017 അതിനകത്ത് അഫേം ചെയ്തിട്ടുണ്ട് ഈ കാര്യങ്ങളൊക്കെ. അതായത് സ്പൗസ് ജ്ഞാനേതര വ്യക്തിയെ ആണ് വിവാഹം കഴിക്കുന്നതെങ്കിൽ ആ വ്യക്തിയും അവരുടെ കുട്ടികൾക്കും അംഗത്വത്തിന് അർഹരാണ് എന്നുള്ളതാണ്. പേജ് നമ്പർ 180 പാരഗ്രാഫ് 185:6 പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ദ ഫൈൻഡിങ്സ് ദാറ്റ് ദി അപ്പലൻസ് കനോട്ട് refuse to solemnize the marriage or administration of sacraments on the basis of non-adherence to endogamy are unassailable. ഒരു കാരണവശാലും കൂദാശകൾ നൽകുന്നതിലോ മാരേജ് സോളമനൈസ് ചെയ്യുന്നതിൽ നിന്നോ നിങ്ങൾക്ക് മാറി നിൽക്കാനാവുന്നതല്ല. അല്ലെങ്കിൽ നിങ്ങൾക്ക് റെഫ്യൂസ് ചെയ്യാൻ, തിരസ്കരിക്കാൻ കഴിയുന്നതല്ല. അതായത് എല്ലാ കാര്യങ്ങളും അവർക്ക് ചെയ്ത് കൊടുക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പം വിവാഹം കൂദാശ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടാൽ ചെയ്തു കൊടുക്കണം ജ്ഞാനേതര വ്യക്തിയുമായി. അതുപോലെ തന്നെ അവരുടെ സ്പൗസിനെയും കുട്ടികളെയും മെമ്പർഷിപ്പ് കൊടുക്കണം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത്. കാരണം പറഞ്ഞിരിക്കുന്നത് ബീയിങ് ഫേംലി ആങ്കേർഡ് ഇൻ കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി, ഇൻഡിവിജ്വൽ ഓട്ടോണമി ആൻഡ് ദി overarching mandate of equality. Thus, this court finds no infirmity, either factual or legal, warranting interference with the findings recorded by the courts below. Consequently, the appeals being bereft of merit and substance fail and are accordingly dismissed with cost.
ഇതിനകത്ത് യാതൊരു തെറ്റും വസ്തുതാപരമായോ നിയമപരമായോ അവരുടെ ഹർജിയിൽ യാതൊരു തെറ്റും കാണാത്തതുകൊണ്ട് താഴത്തെ കോടതിയുടെ വിധി കൺഫേം ചെയ്യുന്നു, അത് ശരിയാ വെക്കുന്നു. ഈ കോടതി ഈ അപ്പീല് ഡിസ്മിസ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ഇതിൽ ഇനി ആകെയുള്ളൊരു മാർഗം സ്പെഷ്യൽ ലീവ് പെറ്റീഷൻ ഭരണഘടനയുടെ 136 അനുച്ഛേദ പ്രകാരം അതനുസരിച്ച് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി മുമ്പാകെ സ്പെഷ്യൽ ലീവ് പെറ്റീഷൻ ഫയൽ ചെയ്തിരിക്കണം. അതനുവദിച്ചാൽ ബാക്കി കാര്യങ്ങൾ മുൻപോട്ട് കൊണ്ടുപോകാൻ കഴിയും. എങ്കിലും അത് അനുവദിക്കണമെങ്കിൽ മിസ്കാരേജ് ഓഫ് ജസ്റ്റിസ് നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം. അത് ബോധ്യപ്പെടുത്തണം കോടതിയെ. അതുപോലെ തന്നെ മറ്റ് മിസ്ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ഫാക്ട്സും ലോയും അത് ബോധ്യപ്പെടുത്താൻ കഴിയണം.